എന്താ വിഷയം? അത് മൊയ്തൂക്ക, നമ്മുടെ സത്യശീലന്റെ വൈഫ് ഉണ്ടല്ലോ മണ്ടോദരി, അവര് ഇൻസ്റ്റാഗ്രാമില് റീൽസും അതും ഇതൊക്കെ ചെയ്യണല്ലോ, ഒരുപാട് ആളുകൾ കാണാറുണ്ട്. അപ്പൊ ഇവൻ അതിന് ലൈക്ക് ചെയ്യാറുണ്ട് എപ്പോഴും, ഇവരുടെ പ്രോഗ്രാം കണ്ടിട്ടെ. അപ്പൊ ഒരു ദിവസം മെസ്സേജ് വിട്ടപ്പോ ഇവന് ലവ് ചിഹ്നം വിട്ടേക്കണ്. അങ്ങാടും ഇങ്ങാടും ഒക്കെ ചിഹ്നം വിട്ട് കളിക്കലുണ്ട്. ഇപ്പൊ ഇവര് ഒളിച്ചോടാൻ തീരുമാനിച്ചിട്ട് ഇവൻ വീട്ടിൽ ചെന്നതാണ് അവളുടെ. അപ്പൊ സത്യശീലം കണ്ട് ഇവര് ഓടിച്ചിട്ടെന്ന് പറഞ്ഞ ആ വഴി വന്നതാണ്. എന്നിട്ട് ഉപദേശം തേടാൻ വന്ന എന്റെ അടുത്താ. എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്ന ചെക്കന്മാരെ? അതെന്ത് വർത്താനം? വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാൻ നിൽക്കണോ? നശി ബാക്കിയുള്ളവർ നശിപ്പിക്കാൻ നിൽക്കണം. വേണ്ടാത്ത കാര്യമല്ല, അവളാണ് ഇവന് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. മാനം മര്യാദയായിട്ട് സത്യശീലിന്റെ കൂടെ ജീവിക്കുന്ന പെണ്ണാണ്. സത്യശീലിനോട് അവൾക്ക് അസംതൃപ്തി ഉണ്ടെന്ന്. അയാൾ മര്യാദ ഉള്ള താടിയും വെച്ച് പണിക്കും പോകൂല, ഒടുക്കത്ത ബുക്ക് വായനയും അങ്ങനെയൊക്കെ സഹിക്കാൻ പറ്റില്ല പെണ്ണുങ്ങൾക്ക്. ഇവനെ പോലത്തെ യോയോകളുടെ അടുത്ത് ഇഷ്ടം തോന്നുന്നു. അതിനെന്താ തെറ്റ്? ഇങ്ങോട്ട് മാറിക്കോട്ട്, ഞാൻ കേട്ട് പഠിക്കണ്ടവരൊന്ന് ഒന്ന് വിളിക്കാണ്. അവളെ കൂടി കൂടിയപ്പോ ഇവനൊരു മെന വെച്ച് അതൊന്നും നോക്കും. ഇങ്ങനെയാണ് ഇവൻ നടന്നേച്ചത്. എന്താ കുറ്റം പറയണം? നമ്മൾ ഇത്രയും കൊല്ലം ഈ പീഡിയത്തിലെല്ലാം ഇരുന്നിട്ട് ഒരു ലവും ഇല്ല, ചിഹ്നവും ഇല്ല. അത് വേറെ ഏതെങ്കിലും പീഡിയത്തിൽ എവിടെ മാറ്റിക്കൂടാ? നിങ്ങൾ പീഡിയ നിർത്തുന്നു, ഇവിടെ വേറെ ആളുകൾ നടത്താനുണ്ട്. അതിന് നമ്മൾ നിർത്തണം. കുറെ കാലമായിട്ട് വാപ്പയുടെ കാലത്ത് വാപ്പയുടെ കാലം തൊട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. എന്നോട് ഇന്നുവരെ ഈ ഭാഷ വാപ്പ പറഞ്ഞിട്ടില്ല. വാപ്പനെ പറഞ്ഞാൽ മതിയെന്നൊക്കെ. വന്നിരിക്കുന്നുണ്ട് അല്ലേ? പറഞ്ഞിട്ടുള്ളൂ വാപ്പുള്ള കാലത്തെ നമ്മുടെ കുട്ടികൾ കണ്ട് ഇനിയിപ്പോ അതിന്റെ പേര് നേരെ ഓടിയിട്ടുണ്ടാവും. അതെ, അന്നോടൊരു കാര്യം ചോദിക്കാണ്ട്. ഇജേ നമ്മുടെ സത്യശീലന്റെ ഗേറ്റിന്റെ അവിടെ ഓടി പോണുണ്ടല്ലോ. സത്യശീല ഓടുന്ന ഞാനും കണ്ടേ. അല്ല, എന്തൊക്കെയിപ്പോ ഓറെ കണ്ടപ്പോ ഓടാനുള്ള കാരണം എന്താ ചോദിച്ചാല്? അതെ കോയിക്ക, ഈ ഉണ്ണിയും സത്യശീലിന്റെ ഭാര്യ മണ്ടും തമ്മിൽ ചെറിയൊരു കൊളാബറേഷൻ ഉണ്ട്. എന്ത് ചെറിയ കൊളാബറേഷൻ? അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മാന്യായിട്ട് ജീവിക്കണ ഒരു കുടുംബമാണ് ആ സത്യശീലനൊക്കെ. മാന്യനായിട്ട് പറഞ്ഞ് നാക്കടത്തിലുള്ള മാന്യമര്യാദയായിട്ട് ജീവിക്കുന്ന കുടുംബമാണ്. അതെ, എനിക്കിപ്പോ എന്താ മൊബൈലില് മറ്റേ ചിഹ്നം വന്ന അതൊക്കെ വരും. അതെ, മാന്യായിട്ട് കഴിയുന്ന ഒരു കുടുംബമാണ്. ആ സുഖത്തിനൊക്കെ കാലങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനും അവനോട് പറയണായിരുന്നു ആവശ്യമില്ലാത്ത പണി കേൾക്കേണ്ട ഒഴിവാക്കിക്കോന്ന്. അതെ, എനക്കും ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണല്ലോ. എന്താ ഇഷ്ടമാണ്? വയസ്സിന് മൂത്തോടാ പറഞ്ഞത്. ആ കേട്ടാൽ ഞങ്ങൾക്ക് തന്നതാ. എന്താ ഓനക്ക് ഇഷ്ടമാണ് ഇത്ര എല്ലോടത്തുള്ള ഒരു പെണ്ണിനെ. ഓനക്ക് അങ്ങനെ എന്താ എനിക്ക് ഇഷ്ടമാണ്? എന്താ ജിലേബിയോ? അതൊരു കുടുംബിനിയാണ്. അത് മനസ്സിലാക്കിക്കോ. എനിക്ക് കുടുംബം വേണ്ടേ? എനിക്ക് എന്തിനാ ഓടിയത്? ഞാൻ നിങ്ങളെ കണ്ടപ്പോ ഓടിയത്. എന്നെ കണ്ടപ്പോ എന്തിനാണ് നീ ഓടിയത്? നിങ്ങളെ പ്രതീക്ഷിക്കാൻ നടക്കണ്ടല്ലോ. എന്റെ ഭാര്യ നീയും തമ്മിലുള്ള ബന്ധത്താ. അതെ സത്യത. എന്റെ ഭാര്യ നീയും തമ്മിലുള്ള ബന്ധം പറ. ലവിന്റെ ചിഹ്നം അയക്കാൻ. നീ ലൗച്ചിൽ അങ്ങോട്ട് അയക്കണില്ലേ? അങ്ങോട്ട് അയക്കണില്ലേ? ഓളാ ഇങ്ങോട്ട് ഒന്നും പറ്റൂല. അത് എന്റെ വീടാണ്. ഇവിടെ വന്നിട്ട് അടിച്ച് വല്ലതൊക്കെ പറ്റി കഴിഞ്ഞാൽ അതിന്റെ അടങ്ങറ് പോയി വെക്കാണ്. ഇതൊരു കാര്യം ചെയ്യും. അനക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കും. ഈ പരാതി കൊടുത്തോ തീർപ്പ് ഏൽപ്പിച്ചോളൂ. എനിക്ക് പരാതിയില്ല. ഇനിയില്ല, ഇനി പ്രശ്നമൊന്നുമില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞോളാം. വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. സുഹൃത്തെ, നിങ്ങൾ തന്ന പരാതിയെ അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെ ഞങ്ങളിവിടെ സ്റ്റേഷനിൽ വിളിച്ച് നിർത്തിയിട്ടുണ്ട്. നിങ്ങളത് ഇങ്ങോട്ട് പോരും. പെട്ടെന്ന് പോരും. സാറേ, ഞങ്ങളെ കാര്യം ഒന്ന് വേഗം തീരുമാനിക്കണല്ല.
കോടതിയിൽ ഹാജരാക്കുന്ന കോടതിയിൽ ഹാജരായിക്കോ പറഞ്ഞാൽ കോടതിക്ക് മനസ്സിലാവും ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചാണ്. എന്താ എത്ര തിടുക്കം? ഞങ്ങൾക്ക് ഹണിമൂണിന് പോകണം സാറേ, കുണു മനാലി. അതെ, പെങ്കൊച്ചിന്റെ വീട്ടുകാരൊരു പരാതി തന്നിട്ടുണ്ട്, അതിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പൊ ആ വീട്ടുകാരൊന്ന് വന്നോട്ടെ, വന്നിട്ട് ഈ കൊച്ച് അവരുടെ മുമ്പ് പറയട്ടെ സ്വന്തം ഇഷ്ടത്തിൽ വന്നതാണെന്നുള്ളത്. ഇനി അതെല്ലാം തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ വിടേണ്ടി വരും, നിങ്ങൾ അകത്തിടേണ്ടി വരും. അല്ല ഞങ്ങൾ അതെ, നിങ്ങൾക്ക് ഇഷ്ടമാണ് അതെല്ലാം ഓക്കെ. ആ വീട്ടുകാർ വരണവരെ ഒന്ന് ക്ഷമിച്ചേ പറ്റുള്ളൂ കേട്ടോ. എന്താ പേര് കൊച്ചിന്റെ? അശ്വതി അച്ചു. ഞാൻ കൊച്ചിന്റെ അടുത്തല്ലേ ചോദിച്ചേ, അത് വർത്താനം പറയില്ലേ? എന്താ പേര്? അശ്വതി. ആ, അശ്വതി അച്ചു എന്നാ എല്ലാരും വിളിക്കുന്നു. ആരെല്ലാരും? ഓൺലൈനിൽ എല്ലാരും വിളിക്കുന്നു അശ്വതി അച്ചു. കൊച്ചു നിങ്ങളവിടെ എത്ര വയസ്സായി? 20. എന്ത് ചെയ്യുന്നു? BBA പഠിക്കുന്നു. അതെ, ഞാൻ പറയുന്നതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. എനിക്കും കൊച്ചിന്റെ പ്രായത്തിലുള്ളൊരു മോളുണ്ട്. അതുകൊണ്ട് പറയാ, എന്ത് കണ്ടിട്ടാണ് ഈ അപ്പാപ്പന്റെ കൂടെയൊക്കെ ഇറങ്ങി തിരിച്ച മോളെ? എന്താ നിങ്ങൾ കണ്ടേക്കണത്? സാറിന് അറിയോ ഏട്ടായി എന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്? ആര്? ഏട്ടായി. ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഏട്ടായിന്റെ കൂടെ മാത്രമേ ജീവിക്കുന്നുള്ളൂ. ഈ പുള്ളി എന്തുറപ്പാണ് കൊച്ചു എന്തെങ്കിലും സംരക്ഷിക്കുന്നു? എന്നെ അത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെ? നല്ല മെസ്സേജുകൾ അയക്കുന്നത്. എത്ര നാളായിട്ട് അയക്കുന്നത്? 1 വർഷമായിട്ട്. നിങ്ങൾ ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാ? ആദ്യമായിട്ട് ഇപ്പോഴാ കാണുന്നേ. ഇന്നോ? ഈ കല്യാണ ദിവസം? അതെ. സാറേ, കലിപ്പൻ, കാന്താരി, ബുള്ളറ്റ് റൈഡിങ്, ഏട്ടായി കെയറിങ്, ഇതൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ വരയ്ക്കണത്. ഇതിന് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇല്ല. ഇപ്പൊ ആ പുറത്തേക്ക് അവരെ ആരും വിളിക്കാം, അതല്ല. അതെ, ഒരു കാര്യം ചെയ്യും. ആ കൊച്ചിന്റെ വീട്ടുകാർ വരണം വരെ ഏട്ടായി ഒന്നുകൂടി ഇരിക്കും. അച്ചുട്ടിയാതിരിക്കാം. ഓരാ, ആ കൊണ്ടുവാ. ആ അപ്പോ മണ്ടോദരി ഇട്ട റീൽസിന് ഈ നിൽക്കുന്ന മഹാൻ സൂപ്പറാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അത് കണ്ട മണ്ടോദരി തിരിച്ചൊരു ലവ് ചിഹ്നം അയച്ചു. സാർ ഞാൻ ലൈക്ക് അടിച്ചു. അതെ. അത് കണ്ട് വീണ്ടും ഈ മഹാൻ തിരിച്ചൊരു ലവ് ചിഹ്നം അയച്ചു. അതാണ് പ്രശ്നം. ഹലോ, എന്താണ്? ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം അല്ലേ? അതെ സാറേ. സത്യശീല, സാർ, അതായത് ഈ ചിഹ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സ്റ്റിക്കറുകൾ, ഈ ഇമോജികള്, അതിലെല്ലാം ഓരോ അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിലാണ് അതിന്റെ കാര്യം. ഒരാൾ അയക്കുന്നതും അത് സ്വീകരിക്കുന്ന ആളും അത് ചിന്തിക്കുന്ന രീതികളും ആ തലങ്ങളുണ്ടല്ലോ, അവിടെയാണ് പ്രശ്നം. ഇപ്പോ മണ്ടോദരി ഒരു ലവ് ചിഹ്നം അങ്ങോട്ട് അയച്ചു, അത് ഓക്കെ, സന്തോഷം എന്നുള്ള ഇതിൽ അങ്ങോട്ട് അയച്ചതാണ്. അതെ. പക്ഷെ ഈ നിൽക്കുന്ന വായു നോക്കി അതിനെ തെറ്റിദ്ധരിച്ച് അവനോട് സ്നേഹമാണ്, ഇഷ്ടമാണെന്നുള്ളതിൽ തിരിച്ചു വീണ്ടും ഒരു ലവ് ചിഹ്നം ഇങ്ങോട്ട് അയച്ചു. അതെ, അവിടെയാണ് പ്രശ്നം. അതാണ് സാർ ഞാൻ ചോദ്യം ചെയ്തത്. അതാണ് ഞാൻ ചെയ്തൊരു തെറ്റ്. ഓക്കെ. അത് ഈ കുടുംബത്തിലേക്ക് വേറെ ആരെങ്കിലും ഈ വലിഞ്ഞു കയറിയിട്ട് വരുന്നതുണ്ടല്ലോ, അതൊന്ന് തടയിടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അല്ല സത്യശീല, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പണ്ട് ഈ ഭാഷ ഉണ്ടാവുന്നതിന് മുമ്പുണ്ടല്ലോ, പണ്ട് ചിത്രങ്ങളിലൂടെയാണ് നമ്മൾ ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നത്. അപ്പൊ അതിന്റെ ഒരു മോഡേൺ വെർഷനാണ് നമ്മുടെ ഈ സ്റ്റിക്കറും ഇമോജികളും ഒക്കെ. അത്രേ ഉള്ളൂ. അപ്പൊ അതിന് അങ്ങനെ കാണണം. നിങ്ങൾ ഈ പഴഞ്ചൻ ചിന്താഗതി മാറിയിട്ട് പുതിയതായിട്ട് ചിന്തിക്കണം. അതായത് ഈ ഭാഷ പഠിക്കണ്ട.
ഭാഷ നീ പഠിക്കണ്ട, അതൊക്കെ പഴയതാണ് അല്ലേ? ഈ ഭാഷ എന്ന് പറഞ്ഞാല് സാഹിബ് ഈ ഇപ്പൊ തിരക്കിട്ട ഈ ജീവിതത്തിനിടയിൽ എല്ലാവർക്കും ടൈപ്പ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അപ്പൊ സമയം കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിക്കറോ ഒരു ഇമോജി അയച്ചു കഴിഞ്ഞാൽ അതിൽ കാര്യം മനസ്സിലാക്കാം. പക്ഷെ അതെന്താണ് അയക്കണേന്നുള്ളത് കിട്ടുന്ന ആളും അയക്കുന്ന ആളിന് ബോധം വേണം. ആ ബോധത്തോടു കൂടി വേണം അയക്കാൻ. അല്ല സാർ, ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഇത് ശരി. ഇപ്പൊ നമ്മള് വീട്ടില് നമ്മൾ ചോറ് ഞാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ആ കൂട്ട ഇഷ്ടമായില്ല. ഇപ്പൊ നമ്മള് പെണ്ണിനോട് പറയാ ഈ മീൻകൂട്ടൊക്കെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ അതിനെന്താ ചെയ്യാ? ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞില്ലേ, പറച്ചില് തന്നെ അത് ഭയങ്കര ഇതായിട്ട് അവർക്ക് ഒരുപാട് വേദനിക്കും. അപ്പൊ അവര് വേദനിപ്പിക്കാതെ അതിനനുസരിച്ചുള്ള ഇമോജി ഉണ്ട് അതില്. ഇങ്ങനെ ഒരു ചെറിയ സാധനം ഉണ്ട് അല്ലേ ഈ സാധനം. നമ്മള് അതിടുമ്പോ അതിട്ടാ മതി, അവർക്ക് കാര്യം മനസ്സിലാവും. അല്ലാണ്ട് കൂട്ടാൻ പറഞ്ഞ കൂടാക്കണം. പറഞ്ഞ ഉള്ളിൽ വേദനിക്കും. നിങ്ങൾ പറയുന്ന രീതി ഏതാണെന്ന് അറിയില്ലല്ലോ. ഇനിയിപ്പോ അത് കൊള്ളാം, നല്ല രുചിയാണെന്ന് പറഞ്ഞാൽ അതിന് വേറെ സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനൊരു സാധനമുണ്ട്. അതിട്ട് കൊടുത്താൽ നല്ല കൂട്ടാനാണ്, നല്ല രുചിയുണ്ട്, എനിക്ക് ഇനിയും വേണം എന്നുള്ളത് അതാണ് അതിനകത്ത്. ഇതുപോലെ ഓരോന്നിനും ഓരോ സംഭവങ്ങളുണ്ട്. ഇനിയിപ്പോ ഇങ്ങനൊരു സാധനമുണ്ട്. തവളയുടെ കുറച്ച് സൈക്കിൾ കയറിയാൽ മതി. ഇതെന്താ സംഭവം അറിയാമോ? ഇത് ആശ്ചര്യം, അത്ഭുതം, അങ്ങനത്തെ ഒരു സാധനമാണ് ഇത്. ഇനിയിപ്പോ വേറെ സാധനമുണ്ട്. ഇതെന്താ? ഇപ്പൊ ആരെങ്കിലും മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അപകടം പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതാണല്ലോ ഇടുന്നത്. സാധനമുണ്ട്. ഇനി ഇതുപോലെ തന്നെ അപകടകാരികളായ സംഗതികളും ഇതിനകത്തുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു സാധനമുണ്ട്. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒന്നുമല്ല. അതായത് നമ്മളൊന്ന് ഇങ്ങനെ ആശ്ലേഷിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. അത് ഞാനും ആദ്യം കുറച്ചൊക്കെ ഇങ്ങനെ അറിയാതെ കുറെ ഇട്ടപ്പോ എന്റെ ഭാര്യ പറഞ്ഞ് മനസ്സിലാക്കി അത് കൂടുതൽ ഇടണ്ടാന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ അതെങ്ങനെ എനിക്ക് തിരിച്ചുണ്ടായത് ഈ സാധനം ഇതാണെന്നുള്ളത്. അപ്പൊ അതൊക്കെ അയക്കുമ്പോ അതിന്റെ കാര്യം ഉണ്ടെങ്കിൽ മാത്രം അയക്കുക, അല്ലാതെ അയച്ചാൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനിയിപ്പോ ഒരു ചെറിയ കാര്യം പറയാം. അപ്പൊ ആയിരിക്കുന്ന പുതിയ ദമ്പതികൾ അവര് പറഞ്ഞ മാതിരി ഒരു വർഷത്തെ നീണ്ട പ്രണയം ഇന്ന് ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്. കൂടുതൽ ഇമോജീസ് ആണ് അവരെ അടുപ്പിച്ചത്. മെസ്സേജുകൾ ഇമോജീസുകൾ അടുപ്പിച്ചത്. എന്താണ് ആക്കിയെന്ന് എനിക്കറിയില്ല. ഞാൻ വന്നപ്പോ അത് ഭർത്താവായിട്ട് പിണങ്ങിട്ട് അച്ഛൻ മോളെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കാ വിചാരിച്ച്. നീണ്ട പ്രണയം ഇന്ന് ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്. കൂടുതൽ ഇമോജീസ് ആണ് അവരെ അടുപ്പിച്ചത്. മെസ്സേജുകൾ ഇമോജീസുകൾ എന്താണ് ആക്കിയെന്ന് എനിക്കറിയില്ല. ഞാൻ വന്നപ്പോ അത് ഭർത്താവായിട്ട് പിണങ്ങിട്ട് അച്ഛൻ മോളെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കാ വിചാരിച്ച്. ആ കൊച്ചിനിപ്പോ അദ്ദേഹം തന്നെ മതിയെന്നാ പറയണേ. ഏട്ടായി എന്ന് മതിയെന്നാ പറയുന്നത്. പിന്നെ ഈ സംഗതികളൊക്കെ കൊള്ളാം. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് വേറൊരു വലിയ ദോഷമുണ്ട്. ഇപ്പൊ എന്താവശ്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ കുത്തിയിട്ട് ഈ ചിഹ്നങ്ങൾ അയച്ചല്ലോ പരസ്പരം നേരിട്ട് മൂത്തോട് മൂന്ന് നോക്കി സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരിക്കുക പുതിയ തലമുറയ്ക്ക്. എന്തിനു പറയുന്ന പുതിയ ചെറുപ്പക്കാർ ഒരു ഇന്റർവ്യൂവിന് പോയി ഇരിക്കട്ടെ, അവിടെ ഇരുന്നിട്ട് മുഖം നോക്കിയിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ എങ്ങനെയായിരിക്കും ഫോണിൽ കൂടെ? പറ്റൂല. ഇന്റർവ്യൂവിന് ചോദ്യം ചോദിച്ചാലും സാറ് പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ദൂഷ്യമുണ്ട് ഇതിനകത്ത്. അത് നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അത് സോഷ്യൽ മീഡിയയുടെ കയ്യിൽ. നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളത് ഉപയോഗിക്കാതിരിക്കാൻ നോക്കാം, അത്രയും ചെയ്യാം. അല്ലെങ്കിൽ നല്ലപോലെ ഉപയോഗിക്കാം. അപ്പോ ഇതൊക്കെ ഈ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവര് തമ്മിൽ ഇനി പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അവരെ എന്ത് പ്രശ്നം? അല്ല ഇനി മേലില് പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നങ്ങളുടെ എല്ലാം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ കാരണം അവർക്ക് മനസ്സിലായോ? ആയല്ലോ? സംശയം ഉണ്ടോ? സംശയം എവിടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇല്ല സാറേ, ഇനി ശല്യം ഉണ്ടാവരുത്, അത്രേ ഉള്ളൂ. ഇനി ശല്യം ഉണ്ടാവില്ല. അത് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ പോകും. എന്റെ പോവാ സാറായിരിക്കും. അതെ ഇജ്ജവിടെ വന്നു. ഇജ്ജെടുക്കാണ് ഇജ്ജവിടക്ക് സാറ് അവിടെ വെക്കാൻ പറഞ്ഞില്ലേ? ശരി കേട്ടോ. സ്ഥലായി നീ കല്യാണം കഴിച്ചടാ? കഴിച്ചിട്ടാ സാറേ. ഓ അപ്പൊ കല്യാണം കഴിക്കാതെ ഇങ്ങനെ അമ്പലക്കടകൾ നടക്കണം. അപ്പൊ നിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. ആ പെൺകൊച്ച് കല്യാണം കഴിച്ച് കുടുംബമായിട്ട് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അതിനല്ല നിനക്ക് തയ്ക്കണോടാ. ഞാനേ ഈ ചിഹ്നങ്ങളൊക്കെ മനസ്സിലായോ? ചിഹ്നം നിനക്ക് സത്യം പറഞ്ഞാൽ എല്ലാം മനസ്സിലായിട്ടാ. ചെറിയ മനസ്സിലായി. സാറിപ്പോ പറയുമ്പോ കുറച്ച് മനസ്സിലായി.
എല്ലാ ലവും എല്ലാം നിർത്തി കാരണം ഞാൻ വിളിക്കും. വേണ്ട സാറേ. ആ ഒരു കാര്യം ചെയ്യും മോനെ, ഒരു 10 ദിവസം ഇവൻ ഇവിടെ സ്റ്റേഷനിൽ എന്നും വന്നിട്ട് ഈ ചിഹ്നങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണവരെ വന്ന് പോയിക്കൊണ്ടിരിക്കും. 11ാമത്തെ ദിവസം നിനക്ക് ഒരു പരീക്ഷയുണ്ട്, ചിഹ്നങ്ങൾ വരും, എന്നിട്ട് അത് നീ കൃത്യമായിട്ട് എഴുതണം. ഞാൻ വോയിസ് അയച്ചു തരാം. വാട്സപ്പ് നീ voice അവിടെ ഒരു പേന പേപ്പർ എടുത്ത് കൊടുക്കും. നീ ഇവിടെ ഇരുന്നിട്ട് എല്ലാ ചിഹ്നങ്ങളും അതിന്റെ അർത്ഥങ്ങളും ഒരു 100 പ്രാവശ്യം എഴുതി കാണിച്ചിട്ട് പോയാൽ മതി.